ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഈ ഒരു ചൂരിദാറിൽ നിന്ന് അളവെടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു ചൂരിദാറിന്റെ ചെസ്റ്റ് അളവ്, ആളുടെ ബോഡി മെഷർമെന്റ് എങ്ങനെയാണ് മനസ്സിലാക്കി എടുക്കുന്നത് കൂടി നമ്മൾ കാണിച്ചു വന്നിട്ടുണ്ട്. ടോട്ടൽ നമുക്ക് 38 ഇഞ്ചാണ് റൗണ്ട് അളവ് കിട്ടിയത്. അപ്പോൾ നമുക്കത് 34 ഇഞ്ചാണ് ആളുടെ ചെസ്റ്റ് അളവ് വരിക. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടാൽ നമ്മൾ എങ്ങനെയാണ് ചൂരിദാറിൽ നിന്ന് അളവെടുത്ത് ആളുടെ ബോഡി മെഷർമെന്റ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. ആ ഒരു വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമുക്കിത് 2.5 മീറ്ററാണ് ലൈനിങ് ഉള്ളത്. അപ്പോൾ നമ്മൾ ലൈനിങ് പീസിനെ ഇതുപോലെ 2 നേർ പകുതിയായി മടക്കിയെടുത്ത് കണ്ടോ, അതിനെ വീണ്ടും നമ്മളിവിടെ ഇതുപോലെ മടക്കിയെടുക്കുക കണ്ടോ. അപ്പോൾ നമുക്ക് 4 പീസ് നമുക്കിവിടെ ഇതുപോലെ കിട്ടും. ഇനി അതിനുശേഷം നമ്മളിവിടെ ബോട്ടം ഭാഗത്തൊരു മാർക്കിംഗ് കൊടുത്ത് ഇവിടെ നിന്നുള്ള ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി നമുക്ക് ബോട്ടം ഭാഗം മടക്കി തയ്ക്കണം. അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഒരു 3/4 ഇഞ്ച്, 1/2 ഇഞ്ച്, നമ്മൾ എത്രയാണോ മടക്കി തയ്ക്കുന്നത് അതിനനുസരിച്ച് 3/4 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇവിടെ ചൂരിദാറിന്റെ ലെങ്ത് വന്നത് 38 ഇഞ്ചാണ് വന്നത്. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊരു 3 ഇഞ്ച് കുറച്ചിട്ട് 35 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഒരു 35ഉം അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂടി നമുക്ക് തയ്യൽ തുമ്പ് കൂടി കൂട്ടി, ഷോൾഡറിന്റെ ഭാഗത്തുള്ള തയ്യൽ തുമ്പ് കൂടി കൂട്ടി 35.5 മാർക്ക് ചെയ്യാം. അതായത് നമുക്ക് എപ്പോഴും ചൂരിദാറിനേക്കാൾ ലെങ്ത് കുറച്ചിട്ടാണ് നമുക്ക് ലൈനിങ് എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മാർക്ക് ചെയ്തത്. ഇവിടെ ഒരു ലൈൻ കൊടുക്കുന്നു. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യണം. അതായത് നമുക്ക് 34 ഇഞ്ചാണ് ബോഡി മെഷർമെന്റ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ടോട്ടൽ അളവിൽ നിന്ന് നമ്മൾ 4 ഇഞ്ച് കുറച്ച് ആളുടെ ബോഡി മെഷർമെന്റ് നമ്മൾ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 34ന്റെ ആളുടെ ബോഡി മെഷർമെന്റിന്റെ 6ൽ1 ഭാഗത്തിന്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി നമ്മളിവിടെ ഷോൾഡർ മാർക്ക് ചെയ്യുന്നു 6.5 ഇഞ്ച് കേട്ടോ. ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. അതായത് നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും നമ്മൾ കൂടെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒറ്റ കട്ടിങ്ങിൽ തന്നെയാണ് രണ്ടും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ എത്രയാണോ ഷോൾഡർ വെച്ചത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്യുക 6.5 ഇഞ്ച് കേട്ടോ. ഇവിടെയും മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ചൂരിദാറിൽ നിന്ന് നമ്മൾ അളവെടുത്തപ്പോൾ നമുക്കിവിടെ ചെസ്റ്റ് അളവ് നമ്മൾ ഇവിടെയാണ് മാർക്ക് ചെയ്യുന്നത്. അതിനു മുന്നേ നമുക്കൊന്ന് വേസ്റ്റ് റൗണ്ട് ഒക്കെ അളവ് മാർക്ക് ചെയ്യണം. അതിനുവേണ്ടി മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു 13.5 ഇഞ്ച് വേസ്റ്റ് റൗണ്ടിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ 19 ഇഞ്ച് നമ്മുടെ ഓപ്പണിന് വേണ്ടിയും മാർക്ക് ചെയ്യുന്നു സ്ലിറ്റിന്റെ ഭാഗത്ത്. ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചു വന്നിട്ടുണ്ട്, അളവെടുക്കുന്ന വീഡിയോയിൽ. അപ്പോൾ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ ചെസ്റ്റ് അളവിന്റെ ഭാഗത്ത് നമുക്ക് വന്നത് 19 ഇഞ്ചാണ് വന്നത്. അപ്പോൾ നമ്മൾ അതിന്റെ നേർ പകുതി 9.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ, 9.5 ഇഞ്ച്. അതുപോലെ തന്നെ നമുക്കൊരു 1.25 ഇഞ്ച് തയ്യൽ തുമ്പും. ഇനി നമുക്ക് ഇടുപ്പളവിന്റെ ഭാഗത്ത് വരുന്നത് 17 ഇഞ്ചാണ്. അപ്പോൾ അതിന്റെ നേർ പകുതി 8.5 മാർക്ക് ചെയ്യുന്നു, 1.25 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ ഹിപ്പിന്റെ ഭാഗത്ത്, അതായത് നമ്മൾ സ്ലിറ്റ് വരുന്ന ഭാഗത്ത് വന്നത് 19 ഇഞ്ചാണ്. അപ്പോൾ അതിന്റെ നേർ പകുതി 9.25, 1 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇവിടെയും 1.25 ഇഞ്ച് വെച്ചു. ഇവിടെ നമ്മൾ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തത്. ഇനി നമുക്ക് ബോട്ടം ഭാഗത്ത് 20.5 ഇഞ്ച് ലൂസാണ് വന്നത്. അപ്പോൾ നേർ പകുതി 10.25 മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് ഇതുപോലെ വരക്കുക കേട്ടോ. നമ്മൾ ഇവിടെ ഓപ്പൺ തയ്ക്കുന്ന ഭാഗത്ത് നമ്മൾ 1 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് പുറത്തേക്ക് ഷേപ്പ് വരുന്ന രീതിയിൽ ചെറുതായി ഇതുപോലെ ഒരു ഷേപ്പ് കൊടുത്ത് ഇതുപോലെ വരച്ച് ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു രീതിയിൽ വരക്കുക കേട്ടോ. ഇതുപോലെ വരക്കുന്നു. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് നമുക്കൊന്ന് അല്പമൊന്ന് റൗണ്ട് ഷേപ്പ് കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ആം ഹോളിന്റെ ഇറക്കമില്ലേ 6.5 ഇഞ്ച്, അതിന്റെ നേർ പകുതി 3.25 മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആം ഹോള് കണ്ടോ, ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് റൗണ്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു അളവ് നമുക്ക് ചെക്ക് ചെയ്യണം. ഈ ഒരു റൗണ്ട് അളവ് നമുക്ക് കിട്ടേണ്ടത് എത്ര? 8 ഇഞ്ച്. ആ ഒരു 8 ഇഞ്ച് എങ്ങനെയാണ് വരുന്നത്? അതായത് നമുക്ക് ബോഡി മെഷർമെന്റ് 34, അതിന്റെ 4ൽ1 ഭാഗം നമുക്ക് എത്ര ഇഞ്ച് കിട്ടും? 8.5 ഇഞ്ച് കിട്ടും. അതിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചാൽ നമുക്ക് 8 ഇഞ്ച് കിട്ടും. ഈ 8 ഇഞ്ചാണ് നമുക്ക് ഇവിടെ ആം ഹോളിന്റെ റൗണ്ട് അളവായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം മുകളിൽ ഒരു 1/2 ഇഞ്ച് ഷോൾഡറിന്റെ തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ഈ ഒരു മാർക്കിൽ കൂടി ടേപ്പിനെ ഇതുപോലെ പിടിച്ചാൽ നമുക്ക് ഇവിടെ 8 ഇഞ്ച് കിട്ടണം കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമുക്ക് 8 ഇഞ്ച് കറക്റ്റ് കിട്ടണം. എന്നാൽ മാത്രമേ നിങ്ങൾ ഈ ആം ഹോള് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഇനി നമ്മുടെ നെക്കിന്റെ വൈഡ് നമ്മൾ കൊടുക്കുന്നത് 5.5 ഇഞ്ച്, അതായത് 2.25 ഇഞ്ച്. അതായത് നമ്മുടെ ചെസ്റ്റ് അളവിന്റെ 12ൽ1 ഭാഗമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. 5.5 ടോട്ടൽ 5.5. അപ്പോൾ നമുക്ക് 2.25. ഇനി ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം മാർക്ക് ചെയ്യാൻ മുകളിൽ ഒരു 1/2 ഇഞ്ച് ഷോൾഡറിന്റെ തയ്യൽ തുമ്പ് വിടുന്നു. 5.5 ഇഞ്ചാണ് ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം, കറക്റ്റ് മാർക്ക് ചെയ്യുന്നു.
എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ വരും. ഈ ഒരു മാർക്കിനുള്ളിലാണ് നമ്മുടെ ഫ്രണ്ട് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം. അപ്പം നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കും. ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇവിടെയൊക്കെ ഒരു മാർക്കിംഗ് കൊടുക്കാം. ഇവിടെയും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ഇവിടെ സ്ലിറ്റിൻ്റെ ഭാഗത്തും നമുക്കൊരു മാർക്കിംഗ് കൊടുക്കണം. അപ്പോൾ നമ്മളിത് ഇനി നമുക്ക് ബാക്കിനൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ വൈഡ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് 2.25 ഇഞ്ച്, അതായത് 5.5ക്ക് നേർപകുതി 2.25 മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ ലൈൻ കൊടുക്കുന്നു. ഇനി ബാക്കിനൊക്കെ ഇറക്കം 4.5 ഇഞ്ചാണ്. അപ്പോൾ മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മളിവിടെ 4.5 ഇഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്യുന്നു. നമുക്ക് ഫിനിഷിംഗ് അളവാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണിച്ചു തരാം. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിത് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ മുകളിൽ നിന്ന് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലെ കണ്ടോ ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്ത് നമ്മുടെ ഫ്രണ്ട് കൈക്കുഴി നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യണം. ഇതുപോലെ മാർക്ക് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് ബാക്ക് പീസിനെ എടുത്തുനിന്ന് മാറ്റുകയാണ്. ഫ്രണ്ട് പീസ് മാത്രം വെച്ച് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്യുന്നു. കേട്ടോ ആ ഒരു മാർക്കിൽ നിന്ന് കറക്റ്റ് കട്ടിങ് തുടങ്ങി കേട്ടോ ഈ ഒരു മാർക്ക് വരെ കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് നമ്മൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? സ്ലീവ് കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് ഒരു പീസ് നമ്മൾ എക്സ്ട്രാ വരുന്ന ബാക്കി വരുന്ന ഭാഗമാണിത് കട്ട് ചെയ്ത് മാറ്റുന്നു. അതിന് നമ്മുടെ സ്ലീവിൻ്റെ തുണിയെ നമ്മൾ ഇതുപോലെ ഒന്ന് നിവർത്തി വെക്കും കേട്ടോ. ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം കേട്ടോ ഇനി നമുക്ക് ആവശ്യമുള്ള വീതിയിലേക്ക് ഇത് മടക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കുന്നു കേട്ടോ. ഇതുപോലെ മടക്കി വെച്ച് നമ്മൾ ഇവിടെ ഒരു ലൈൻ കൊടുക്കുന്നു. ഇനി ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതിനുശേഷം നമ്മളിവിടെ നമുക്ക് ലൈനിങ് പീസ് കൂട്ടി തയ്ക്കാൻ വേണ്ടി ഒരു 1/2 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് ഇതുപോലെ ലൈൻ കൊടുക്കും. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് 11.5 ഇഞ്ചാണ് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 12 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. അതായത് നമുക്ക് സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പാണ് 1/2 ഇഞ്ച്. ഇനി നമുക്ക് കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 10-1 ഭാഗം നമ്മളിവിടെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മളിവിടെ ലൈൻ കൊടുക്കുക. ഇനി നമ്മുടെ കൈയുടെ തോൾ വശത്ത് വരുന്ന ലൂസ് നമ്മുടെ ആം ഹോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 4-1 ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മളത് മാർക്ക് ചെയ്ത് കാണിച്ചു തന്നത് 8 ഇഞ്ച്. അപ്പോൾ ആ ഒരു 8 ഇഞ്ചാണ് നമ്മളിവിടെ വെച്ച് കൊടുക്കേണ്ടത്. 8 ഇഞ്ച് 1.25 ഇഞ്ച് തയ്യൽ തുമ്പും. ഇനി കൈയുടെ താവ് വശത്ത് വരുന്ന റൗണ്ട് അളവ് നമുക്ക് വരുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നേർ പകുതി 5 ഇഞ്ച് അതിൻ്റെ തയ്യൽ തുമ്പും 1.25 ഇഞ്ച് തയ്യൽ തുമ്പും വെച്ച് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കണ്ടോ ഈ ഒരു രീതിയിലൊന്ന് ഷേപ്പ് ചെയ്ത് ഇതുപോലെ വരച്ച് ഇനി നമുക്കിവിടെ കൈയുടെ ആം ഹോളിൻ്റെ ഭാഗം നമ്മുടെ തോൾ വശത്തിൻ്റെ ഭാഗം നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം കണ്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു അളവ് കണ്ടോ ഈ ഒരു അളവ് ചെസ്റ്റ് അളവിൽ നിന്ന് കണ്ടെത്തിയതാണ്. ഈ ഒരു അളവ് അതേ അളവാണ് നമ്മുടെ ഇവിടെ ആം ഹോളിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ നമുക്കത് കറക്റ്റ് ആകുമോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാക്ക് പീസാണ് എടുക്കേണ്ടത്. ഒരിക്കലും ഫ്രണ്ട് പീസ് എടുക്കാൻ പാടില്ല. ബാക്ക് പീസ് മാത്രമേ എടുക്കാവൂ ചെക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ആദ്യം ഷോൾഡറിൻ്റെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ മുകളിലേക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ സ്ലീവിൽ കൂടി പിടിച്ചാൽ ആം ഹോൾ കണ്ടോ നമുക്ക് കറക്റ്റായിട്ട് തോളിൻ്റെ ഭാഗത്ത് കണ്ടോ കറക്റ്റ് കിട്ടുന്നത് കണ്ടോ ഇതുപോലെ കിട്ടണം. കറക്റ്റ് മാർക്കിംഗ് ഒക്കെ ആണെങ്കിൽ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മളിനി ഈ ഒരു മാർക്കിൽ കൂടി ഇത് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്ലീവിന് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെ സെൻറ്റർ ഭാഗത്ത് നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം. ഇനി നമ്മൾ സ്ലീവിനെ ഒന്ന് നിവർത്തി വെക്കുന്നു. ഇനി നമുക്ക് സ്ലീവ് ഫ്രണ്ട് ഭാഗം ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്ന് നമ്മളൊരു 1.25 മാർക്ക് ചെയ്യുന്നു. ഇവിടെ നിന്നും 1.25 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത്
ഫ്രണ്ട് കൈക്കുഴി ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്യുന്നു കേട്ടോ. ആ ഒരു മാർക്കിൽ നിന്ന് തുടങ്ങി ഈ ഒരു മാർക്ക് വരെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ഫ്രണ്ട് കൈക്കുഴി നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സ്ലീവിനെ ഇതുപോലെ വെക്കുന്നു. എന്നിട്ട് ബാക്ക് പാർട്ടിൽ നിന്ന് കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ഇവിടെ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് വെച്ച് നമ്മുടെ ചൂരിദാർ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചൂരിദാർ പീസ് നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചൂരിദാറിൻ്റെ പീസ് ഇതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പീസൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിസൈനൊക്കെ ചെക്ക് ചെയ്യണം. കാരണം ഒരു ഭാഗത്തേക്ക് മാത്രമുള്ള ഫ്ലവറുകളൊക്കെ ആണെങ്കിൽ രണ്ട് ഭാഗവും, അതായത് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കൂടെ കട്ട് ചെയ്തെടുക്കാൻ പാടില്ല. ഓരോ പാർട്ടായിട്ട് തന്നെ കട്ട് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസൈനിലൊന്നും വ്യത്യാസങ്ങളില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നേരെ പകുതിയായി മടക്കിയെടുത്ത് എന്നിട്ട് നമുക്ക് ഇതുപോലെ വീണ്ടും ആവശ്യമുള്ള വീതിയിലേക്ക്, അതായത് നമ്മുടെ ബോട്ടം ഭാഗത്ത് വരുന്ന ലൂസിന് കണക്കായിട്ട് നമ്മളിവിടെ മടക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ലൈൻ കൊടുത്ത് ഇവിടെ തുണിയുടെ ക്രോസ് ഒക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ എത്ര ഇഞ്ച് വീതിയിലാണ് ബോട്ടം മടക്കി തയ്ക്കുന്നത് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ ലെങ്ത്തും അതിൻ്റെ കൂടെ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് നമുക്കിവിടെ 38 ഇഞ്ച് ടോട്ടൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു ലെങ്ത്തിൽ നമ്മുടെ ഇവിടെ കണ്ടോ ലെങ്ത്തിൽ നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം വെച്ച് കൊടുക്കുക. നമുക്കപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് ഇവിടെ നമുക്ക് ലെങ്ത്ത് നമുക്ക് കറക്റ്റായി, അതായത് നമ്മുടെ നല്ല പാർട്ടിനേക്കാൾ നല്ല ബോഡി പീസിനേക്കാൾ അല്പം ലെങ്ത്ത് കുറച്ചിട്ടാണ് നമുക്ക് ലൈനിങ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ട് മാത്രം വെച്ചിട്ട് എപ്പോഴും കട്ട് ചെയ്യാവൂ. കാരണം ഫ്രണ്ട് ഭാഗം വെച്ച് കട്ട് ചെയ്താൽ നമുക്കിവിടെ കൈക്കുഴിയില്ലേ, നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തല്ലേ, അപ്പോൾ നമുക്കത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതേ രീതിയിൽ കട്ട് ചെയ്ത് പോയാൽ നമുക്ക് ബാക്ക് പീസിൽ ആം ഹോളിൻ്റെ ഭാഗത്ത് തുണി കുറവായിരിക്കും, ആ ഒരു ഷേപ്പ് വരുന്ന ഭാഗത്ത്. കാരണം ഫ്രണ്ട് പാർട്ട് നമ്മൾ കൂടുതൽ കുഴിച്ച് കട്ട് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു ബാക്ക് പാർട്ട് വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് സൈഡ് വശത്തൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നാൽ ലെങ്ത്തിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്യേണ്ട. ഇവിടെ നമ്മൾ കറക്റ്റ് മാർക്കിംഗ് ലെങ്ത്ത് മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയൊക്കെ കണ്ടോ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു കണ്ടോ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ, അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് സ്ലീവ് കിട്ടും. 2 സ്ലീവ് നമുക്ക് ഇവിടെ നിന്ന് കൂടെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സ്ലീവിനെ നമ്മൾ ഇവിടെ ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇവിടെ നിന്ന് കേട്ടോ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ഇവിടെ നിന്ന് കറക്റ്റായിട്ട് കണ്ടോ ഇതുപോലെ ഈ ഒരു ഭാഗത്ത് നമുക്കൊന്ന് അല്പം തയ്യൽ തുമ്പ് വെച്ച് കണ്ടോ എല്ലാ ഭാഗത്തും നമ്മൾ അല്പം തയ്യൽ തുമ്പ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മളൊരു പേപ്പർ ക്യാൻവാസിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ മടക്കി വെക്കുന്നു. നേരെ പകുതിയായി കണ്ടോ ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം നമുക്കിവിടെ ഈ ഒരു പീസ് തെന്നി മാറി പോകുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിവിടെ മുകൾ ഭാഗം നമ്മളൊന്ന് ഒരു ലൈൻ കൊടുത്ത് ഈ ഒരു പീസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമുക്ക് ഇത് മാറ്റിയതിന് ശേഷം നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് വരുന്ന ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ആദ്യം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഒരു ലൈൻ കൊടുക്കുക. ഇനി നമുക്ക് നെക്കിൻ്റെ വൈഡ് 5.5 ഇഞ്ച്. അപ്പോൾ അതിൻ്റെ പകുതി 2.25, അതായത് 5 അരിയുടെ നേർപകുതി 2.25 ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ലൈൻ കൊടുക്കുന്നു. ഇനി നമ്മൾ മുകളിൽ 1/2 ഇഞ്ച് ഷോൾഡറിനെ തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു മാർക്കിൽ നിന്ന് കണ്ടോ ആ ഒരു മാർക്കിൽ നിന്ന് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം നമുക്ക് 5.5 ഇഞ്ചാണ് വരുന്നത്. 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫിനിഷിംഗ് അളവാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഏതൊരു ഡിസൈനാണോ നിങ്ങൾക്ക് ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു മാർക്കിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് ഇതുപോലെ വരച്ചെടുക്കാം. നിങ്ങൾക്ക് ഏത് ഡിസൈനും നിങ്ങൾക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ നമുക്ക് മാർക്കിംഗ് ഇതാണ് വരുന്നത്, ഈ ഒരു അളവിലാണ് വരുന്നത്. അപ്പോൾ നമ്മളിത് മാർക്ക് ചെയ്തു. ഇനി നമ്മളിവിടെ 1 ഇഞ്ച് വീണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് ഈ ഒരു ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി എല്ലാ ഭാഗത്തും 1 ഇഞ്ച് വീതിയിൽ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് വരച്ചെടുത്തു. ഇനി നമുക്ക് ഈ ഒരു മാർക്കിൽ കൂടി
കട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്ന് കട്ടിങ് തുടങ്ങി ഇവിടെ കട്ടിങ് നിർത്തി. ഇനി നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്യുന്നു. ഈ ഒരു മാർക്കിങ് നമുക്ക് ഈ ഒരു അരയിഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ടില്ലേ ആ ഒരു ഭാഗം വരെ കട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഇവിടെ നിന്ന് ക്യാൻവാസിനെ നമുക്ക് ആ ഒരു 1 ഇഞ്ച് വീതിയിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. മുകളിലോളം കട്ട് ചെയ്തെടുക്കും. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇവിടെ കണ്ടോ മുകൾ ഭാഗത്ത് ഈ ഒരു പീസ് വരുന്നില്ലേ, നമുക്ക് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് ആ ഒരു പീസ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ക്യാൻവാസ് ഒട്ടിച്ചെടുക്കുന്ന സമയത്തൊന്നും ഒരിക്കലും നമുക്ക് അകന്നു പോവില്ല, കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു പീസിൽ ഇതുപോലെ വെച്ച് കറക്റ്റ് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കട്ടിംഗ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക.